ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സമയമാണെങ്കിലും ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ആർക്കും വേണ്ടി കാത്തിരിക്കില്ല. നമുക്കൊരു ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മളത് ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മുടെ എക്സാം ഒക്കെ ആവാറായി, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരു 3 മണിക്കൂർ സമയമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 3 മണിക്കൂർ സമയത്തിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് തിങ് ആദ്യം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ കുറച്ച് മുന്നേ എത്തുക. എക്സാം ഇപ്പോൾ 9:30 ആണെങ്കിൽ കുറച്ച് സമയം മുന്നേ തന്നെ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ എത്തുക. ആ ഒരു എൻവയൺമെൻറ്റ് ഒക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവുക, നമ്മൾ അവിടെ ഒന്ന് അഡാപ്റ്റ് ആവുക എന്ന് പറയില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പം നമുക്ക് മെൻ്റലി ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും. മൊത്തത്തിലൊന്ന് എന്താ പറയുക, നമ്മളൊന്ന് കമ്പോസ്റ്റ് ആവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. കുറച്ച് മുന്നേ നമ്മൾ എവിടെ എത്തുക, എക്സാമിനേഷൻ ഹാളിൽ എത്തുക. ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻസ് എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻസിനെ വിശ്വസിക്കുക. അതൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റനിൽ വരിക എന്ന് വിശ്വസിക്കുക. ആൻഡ് ആ ഒരു കോൺഫിഡൻസോട് കൂടി എക്സാമിനേഷൻ ഹാളിൽ പോവുക. അപ്പം നമ്മൾ കാണുന്നതൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എക്സാമിനേഷൻ പ്രോസസ്സിൽ നമുക്ക് 3 മണിക്കൂറാണ് സമയം കിട്ടുക. അതിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് നിങ്ങൾ എഴുതാൻ നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് നമ്മളെ തന്നെ ഒന്ന് കൂളാക്കാനും ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സമയമാണ് ആ 15 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ എന്താ പറയുക, ഒന്ന് ഡീപ് ബ്രത്ത് ഒക്കെ എടുത്തൊന്ന് റിലാക്സ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കുക, അറിയുന്നതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ചില ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ, അല്ലാന്നുണ്ടെങ്കിൽ കൂൾ ഓഫ് ടൈമിലൊക്കെ ഇരുന്ന് എഴുതുന്ന കാണാം. അങ്ങനെ നമ്മൾ റഷ് ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ആ പ്രിപ്പറേഷൻസിനെ വിശ്വസിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള, മെൻ്റലി പ്രിപ്പയർ ചെയ്യാനുള്ള, സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ് ആ 15 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം പറയട്ടെ, സാധാരണ രീതിയിൽ മിക്ക കുട്ടികൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. അതായത് മാർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും. നിങ്ങൾക്കത് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് 8 മാർക്കിന് എഴുതിയാൽ അത്രയും മാർക്ക് കൂടുതൽ തന്നാലോ എന്ന് വിചാരിച്ചിട്ട് എഴുതാൻ നിൽക്കരുത്. നമുക്ക് കിട്ടത്തില്ല. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ എത്ര മാർക്കാണ് കിട്ടുക, 2 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളത് മാത്രം എഴുതുക. ബാക്കിയുള്ളതിലേക്ക് നമ്മൾ അനാവശ്യമായിട്ട് സമയം കളയാതിരിക്കുക. ഇനിയുള്ളൊരു കാര്യം, നമ്മൾ ഒത്തിരി ഡെക്കറേഷൻ വർക്കിന് നിൽക്കാതിരിക്കുക. ഓക്കെ, ഡെക്കറേഷൻ വർക്ക് നിങ്ങൾ ചെയ്തോളൂ. ആൻസേഴ്സ് ഒക്കെ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി. ചില ആൾക്കാർ എക്സാമിനേഷൻ ഹാളിൽ ചിത്രപ്പണികളൊക്കെ ആയിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അത്രയും കൂടെ സമയം നമുക്ക് പോവാണ്, അല്ലെ, ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നിൽക്കേണ്ട. ആൻസേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സമയം അധികമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രങ്ങളൊക്കെ വരച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അലൈൻമെൻറ്റും ബോർഡേഴ്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കാം. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. സമയം പോകുന്ന ചില വഴികളാണ്, നമ്മളത് ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ഇനി ഒരു കാര്യം പറയട്ടെ, വേണ്ടാത്ത ചില പരിപാടികളുണ്ട്. അതായത് ബിറ്റ് വെക്കുക, അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ പറ്റുന്നത് ഒഴിവാക്കുക. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും അതാണ് നല്ലത്. സോ ആവശ്യമായത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് എക്സാമിനേഷൻ ഹാളിൽ. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ. നമുക്ക് പലപ്പോഴും, ഈവൻ എനിക്കും പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാ ആൾക്കാർക്കും പറ്റിയിട്ടുള്ളൊരു കാര്യമായിരിക്കും, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ മാറ്റിയിടും. അതായത് ചിലപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇടും. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അറിയാണ്ട് സംഭവിക്കുന്നതാണ്. അത് ശ്രദ്ധിക്കുക. അതിനുള്ളൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാം എല്ലാം എഴുതിയതിന് ശേഷം, എല്ലാ ആൻസേഴ്സും നമ്മൾ എഴുതിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. ക്രോസ് ചെക്ക് ചെയ്യുക എന്ന് പറയത്തില്ലേ, ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതെന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ നന്നായി വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻസ്, അതാണ് എനിക്ക് പിന്നെയും പറയാനുള്ളത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ആ പ്രിപ്പറേഷനെ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് എക്സാമൊക്കെ എഴുതി ബെസ്റ്റ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക. ഹാവ് എ ബ്ലാസ്റ്റ്.